ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കവിടെ നല്ലതും ചീത്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ത് കഥകൾ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ നമ്മൾ നന്നായി അതിനെ 100% റിസർച്ച് ചെയ്ത് അതിനൊരു ഔട്ട്പുട്ട് കൊടുക്കുക, ആ ക്യാരക്ടർ ആളുകൾ ശ്രദ്ധിക്കുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറയുന്നതിനെ ഏറ്റവും കൂടുതൽ പൂർണ്ണതയിൽ എത്തിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരം കോൺട്രവേഴ്സികളും അതുപോലെ തന്നെ ഇതുപോലെ ഗോസിപ്പുകളെയൊന്നും ഞാൻ വകവയ്ക്കാറില്ല പൊതുവേ. കാരണം അത് എനിക്ക് തോന്നുന്നു പബ്ലിക് പലപ്പോഴും ലിജോ സാർ എന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇങ്ങനെ നേരിടേണ്ടി വരുന്ന ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ സഞ്ജനയെ പോലുള്ള ഒരു ട്രാൻസ് വുമൺ എന്തുകൊണ്ടാണ് വില്ലത്തിയായിട്ട് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വില്ലത്തി ട്രാൻസോ പുരുഷനോ സ്ത്രീയോ ആരും ആവാം, എല്ലാവരുടെ ഉള്ളിലും നല്ലതും ചീത്തതും ഒക്കെയുണ്ട്. അപ്പോൾ അതിനെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാനും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളും മനുഷ്യരും എല്ലാവരും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധാരണ ബോധം ആളുകൾക്കിടയിൽ ഇപ്പോഴും വളരാത്തത് കൊണ്ടാണ് ഇത്തരം ഗോസിപ്പുകളൊക്കെ ഇറങ്ങുന്നത്.